കഴിഞ്ഞ LDF ഗവൺമെൻറ് ആണ് ഈ PMC പദ്ധതിയുമായി ഒപ്പിടാൻ പോയതും ഒപ്പിട്ടതും. ഒപ്പിട്ട ആളിനെ കുറിച്ചൊന്നും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എങ്കിലും അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറിയാണ്. രഹസ്യമായോ പരസ്യമായോ, ഏതായാലും ഇത് രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. PMC വിഷയത്തിൽ ചർച്ചകൾ വന്നിരുന്നു. ആ ചർച്ചകളുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് PMCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രത്തിൽ ഒപ്പിടുകയും ചെയ്തത് LDF ഗവൺമെൻറ് കാലഘട്ടത്തിലാണ്. LDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ അത് ചെയ്തപ്പോഴും അതിനുശേഷം വന്ന ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധന നടത്തിക്കൊണ്ട് അത് എവിടെയൊക്കെയാണ് നടപ്പാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. UDFിൻ്റെ നയമാണ് പറഞ്ഞത്. അത് ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? ഞാനിപ്പോൾ പറഞ്ഞത് UDFിൻ്റെ നയമാണ്. അതായത് കഴിഞ്ഞ LDF ഗവൺമെൻറ് ആണ് ഈ PMC പദ്ധതിയുമായി ഒപ്പിടാൻ പോയതും ഒപ്പിട്ടതും. ഒപ്പിട്ട ആളിനെ കുറിച്ചൊന്നും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എങ്കിലും അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറിയാണ്. രഹസ്യമായോ പരസ്യമായോ, ഏതായാലും ഇത് രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഗവൺമെൻറ്റുമായി, കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ഒപ്പിടാൻ പോയത് അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറിയാണ്. ആ വിദ്യാഭ്യാസ സെക്രട്ടറി ഒപ്പിട്ടത് ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ, അന്നത്തെ ഗവൺമെൻറ്, അന്ന് ഏത് ഗവൺമെൻറ്റാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, LDF ഗവൺമെൻറ്റാണ്. LDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് ഇതിനെ ഒപ്പിട്ടിട്ടുള്ളത്. അല്ല, ഞാനത് പറഞ്ഞല്ലോ. അത് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? ഞാൻ പറഞ്ഞത് ആ ചോദ്യത്തിന് മറുപടി കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തു, MOU ഒപ്പിട്ടു. ആ MOU ഒപ്പിട്ടു എങ്കിലും ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നടപ്പാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ തീരുമാനിക്കും. അല്ല, PMCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ച എന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും. അത് പിന്മാറാൻ പറ്റില്ലല്ലോ. അതെ, കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു MOU സൈൻ ചെയ്തതിന് ശേഷം, അതല്ലെങ്കിൽ അന്ന് സൈൻ ചെയ്യാൻ പോകരുത്. അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലും അന്നത്തെ ഗവൺമെൻറ് എന്നുള്ള നിലയിലും LDF ഗവൺമെൻറ് കൊടുത്ത നിർദ്ദേശം അനുസരിച്ചാണ് അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി ഈ MOU ഒപ്പിട്ടത്. അത് നടപ്പാക്കുക. അത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ലഭ്യമാകുന്ന ഫണ്ട് എവിടെയൊക്കെ വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ച് UDF തീരുമാനിക്കും. അല്ലാതെ തെറ്റിദ്ധരിക്കണ്ട. അന്നത്തെ UDF അല്ല, അന്നത്തെ LDFിൽ തന്നെ ഉള്ള CPI ആണ്. അത് മറന്നുപോയോ? CPI ആണ് ഇതിനെതിരെ ശബ്ദം ഉയർത്തിയത്. ആ ശബ്ദം ഉയർത്തിയെങ്കിലും എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ തന്നെ ഉണ്ടായ അവസരങ്ങൾ
അത് മറച്ചു വെക്കാൻ വേണ്ടി ശ്രമം നടത്തിയതാണ്. അല്ല, അത് പറഞ്ഞല്ലോ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എവിടെ ഇത് നടപ്പാക്കണം എന്നതിനെക്കുറിച്ച് തീരുമാനങ്ങൾ അതാത് ഗവൺമെന്റ് എടുക്കാം. ആ റിപ്പോർട്ടിലൂടെ വരണം. ആ റിപ്പോർട്ടിലൂടെ വന്നതിന് ശേഷമായിരിക്കും എവിടേക്കാണ്, ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് നടപ്പാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് തീരുമാനിക്കുന്നത്. ഏതാ? അതെ, സ്കൂളുകൾ തീരുമാനിക്കും.